إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഈ ഒരു ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ഇവിടെ നാം ജീവിക്കുന്നത് പരീക്ഷണങ്ങൾക്ക് വിധേയമായി നാളെ അള്ളാഹുവിന്റെ പാരിത്രിക ലോകത്ത് മാത്രമാണ് ഈ ഒരു പരീക്ഷണങ്ങളിൽ വിജയിച്ചവർക്ക് രക്ഷ ലഭിക്കുന്നത്. ഈ ഒരു പരീക്ഷണങ്ങളുടെ കാഠിന്യം അറിഞ്ഞ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധനായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. ആ ഒരു പരീക്ഷണങ്ങളുടെ കാഠിന്യവും അതിന്റെ ആ ഒരു ഭയാനകതയും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പേടിച്ചുകൊണ്ട് അതിനെ ഗൗരവപരമായി ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുകയാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലുള്ള ബാധ്യത. അതുകൊണ്ട് തന്നെ മുമ്പ് നാം സൂചിപ്പിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരീക്ഷണമായി വെച്ചിട്ടുള്ള പിശാചി എന്ന ആ ഒരു സൃഷ്ടി, അവന്റെ കുതന്ത്രങ്ങളെ നാം ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. അത് ഗൗരവപരമായി അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെ റമദാനിൽ സക്കാത്തിന്റെ മുതലുകൾ സൂക്ഷിക്കുന്ന ഒരു ജോലി ഏൽപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നോക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ആ ഒരു സക്കാത്തിന്റെ സമ്പത്തിൽ നിന്നും കട്ടെടുക്കുകയാണ്, അതിൽ നിന്നും എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവനെ കയ്യോടെ പിടികൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും ഇന്ന് ഞാൻ നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഹാജരാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വേണ്ട, എനിക്ക് പ്രയാസമുണ്ട്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തത്, എനിക്ക് കുടുംബമുണ്ട്, സന്താനമുണ്ട്, എന്നെ വിടണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് യാചിച്ചു. അങ്ങനെ അയാളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന് വിട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്നലെ വന്ന ആ ഒരു നീ പിടികൂടിയ ആളെ നീ എന്ത് ചെയ്തു, എന്താണ് അയാളുടെ വാർത്ത? അങ്ങനെ സംഭവങ്ങളെല്ലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെയും അവൻ വരും.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, അപ്പോൾ തീർച്ചയായും അവൻ വരും എന്നുള്ള നിലക്ക് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ കാത്തിരുന്നു. രണ്ടാം ദിവസവും അയാളെത്തി. അവിടെ നിന്നും സക്കാത്തിന്റെ മുതൽ അവൻ കട്ടെടുത്തു. അബൂ ഹുറൈറ പിടികൂടി. വീണ്ടും അപ്രകാരം തന്നെ അവൻ പറഞ്ഞു. അബൂ ഹുറൈറ വീണ്ടും അവനെ മടക്കി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തിച്ചില്ല. ആ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെയും അവൻ വരും. മൂന്നാമത്തെ പ്രാവശ്യവും അവൻ വന്നു. സക്കാത്തിന്റെ മുതൽ കട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യോടെ പിടികൂടി. ഇന്ന് തീർച്ചയായും ഞാൻ നിന്നെ നബിയുടെ സന്നിധിയിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് ആണയിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിനക്ക് ഉപകാരമുള്ള ചില വാക്കുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാം, എന്നെ നീ വെറുതെ വിടണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആ വ്യക്തി പറയുകയാണ്. അങ്ങനെ അദ്ദേഹം എന്താണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്താണ് ആ ഒരു എനിക്ക് ഉപകാരപ്പെടുന്ന വാക്കുകൾ, എന്താണ് ആ കലിമാത്തുകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, ഇദാ അവൈത ഇലാ ഫിറാഷിക, നീ നിന്റെ വിരിപ്പിലേക്ക് കിടക്കപ്പായയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഫഖറ, നീ ഓതുക ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതുക, മിൻ അവ്വലിഹാ ഹത്താ തഖ്തിമ, അതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ നീ ഓതുക. തീർച്ചയായും എന്നിട്ട് പറയുന്ന വഖാല അലി, എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യുകരിബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, തീർച്ചയായും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നേരം പുലരുവോളം നിന്റെ പക്കൽ ഉണ്ടായിരിക്കും. നിന്റെ അടുക്കലേക്ക് ശൈത്താൻ കടന്നു വരികയില്ല, അവൻ അടുക്കുക പോലുമില്ല എന്ന് ആ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ആ ഒരു സംഭവത്തെ പറ്റി ചോദിച്ചു. നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പക്കൽ നിന്നും വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി ആ ഒരു സംഭവങ്ങളെല്ലാം അറിഞ്ഞത്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം തന്നെ നബിയോട് പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞു, സദഖക വഹുവ കദൂബ്, അവൻ പറഞ്ഞത് സത്യമാണ്, പക്ഷേ അവൻ ശരിക്കും യഥാർത്ഥത്തിൽ അവനൊരു കള്ളനാണ്, മഹാവഞ്ചകനായ ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി എന്ന് അബൂ ഹുറൈറ നിനക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അബൂ ഹുറൈറ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ദാക ശൈത്താൻ, അവനാണ് പിശാച്, അവൻ മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സംഭവത്തെ പറ്റി അറിയിച്ചു എന്നാണ് ഹദീസ്. അപ്പോൾ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ ഒരു വളരെ ധാരാളം മാതൃകകളുണ്ട്, ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഈ ഒരു ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയിക്കുന്നതാണ് ഈ ഒരു ഹദീസ്. ആയത്തുൽ കുർസി അത് ശൈത്താന്റെ പ്രേരണകളിൽ നിന്നും ശൈത്താനിൽ നിന്നുള്ള ഒരു കവചമാണ്, പരിചയമാണ് എന്നുള്ളതാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത്. ആയത്തുൽ കുർസിയുടെ ആശയങ്ങളും അതിന്റെ അർത്ഥങ്ങളുമെല്ലാം പഠിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയം വളരെ വിപുലമാണ്, വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, വളരെ ദീനിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. നാം ധാരാളമായി പാരായണം ചെയ്യാറുള്ളതാണ്, എന്നാൽ അതിന്റെ ആശയവും അർത്ഥവും നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പലർക്കും അത് അജ്ഞമാണ്. ആ ഒരു ആയത്ത് ഇപ്രകാരമാണല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ ഒരു ആയത്ത് ദിവസവും നാം കേൾക്കുമ്പോൾ പാരായണം ചെയ്താൽ അവന്റെ പക്കലേക്ക്, അവന്റെ അടുത്തേക്ക് ശൈത്താൻ അടുക്കുകയില്ല. കൂടാതെ അവന്റെ അടുക്കൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ നേരം പുലരുവോളം ഉണ്ടായിരിക്കുമെന്ന് ശൈത്താൻ തന്നെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ കളവ് പറയുന്ന വഞ്ചകനാണെങ്കിൽ കൂടെ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് പഠിക്കുവാൻ ഉണ്ട് എന്നുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഹദീസ് പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തുൽ കുർസി അതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിന്റെ ആശയത്തിൽ തന്നെ, ആശയം പഠിച്ചാൽ തന്നെ നമ്മുടെ തൗഹീദിനെയും അതിന്റെ വകഭേദങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്.
ഒരിക്കലും മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ ആരാധന അർഹിക്കുന്നില്ല. അതിന്റെ അർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് ഈ ഒരു വാക്യത്തിന്റെ കലിമത്തു തൗഹീദിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ, അഥവാ ധാരാളം ആളുകളെ ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കല്ലുകളെ മറ്റു സർവ്വതിനെയും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പ്രാർത്ഥന അർഹിക്കുന്നവൻ, ആരാധന അർഹിക്കുന്നവനായിട്ടുള്ള ഹക്കായിട്ടുള്ള ആള് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൂക്തത്തിൽ പറയുന്നത് ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ് വഅന്നമാ തദ്ഊന വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹക്കായിട്ടുള്ളവൻ, സത്യമായിട്ടുള്ളവൻ. വഅന്ന യദ്ഊന മിൻ ദൂനിഹി, അവനെ അല്ലാതെ വിളിച്ച് തേടപ്പെടുന്നതെല്ലാം ഹുവൽ ബാത്തിൽ, അത് ബാത്തിലായ കാര്യങ്ങളാണ്, നിഷ്ഫലമാണ്, അത് ബാത്തിലായ കാര്യങ്ങളാണ്. വഅന്ന അല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് ഒന്നാമതായി കൊണ്ട് ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നതാണ്. അപ്പോൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യവസ്ഥ അത് ജനങ്ങളിലേക്ക് പകർന്നു നൽകുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടിയായിരുന്നു, ഈ ഒരു അർത്ഥത്തിൽ എത്തിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ അഖിലവും കടന്നു വന്നിട്ടുള്ളത്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ ധാരാളം ആരാധ്യന്മാർ നിലവിലുണ്ട്. അവരിൽ യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ള ഒരു കലിമത്തു തൗഹീദ് അതേ ആശയത്തിൽ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അത് ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് അവർ വന്നത്. വമാ അർസൽനാക മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. തീർച്ചയായും നാം ജനങ്ങളിലേക്ക് റുസുലുകളെ, പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തീർച്ചയായും പ്രവാചകന്മാരെ നാം അയച്ചിട്ടുള്ളത് അവരിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു കലിമത്തു തൗഹീദിന് ബോധനം നൽകാൻ വേണ്ടിയാണ്, ആ തൗഹീദ് ബോധനം നൽകാൻ വേണ്ടിയാണ് നാം അയച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അതുകൊണ്ട് ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നുള്ള ഒരു ബോധനം, ഒരു വഹി നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് എന്ന് പ്രവാചകന്മാരെ അയക്കുന്നതിലെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. താഗൂത്തുകളെ, ദുർമൂർത്തികളെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് എല്ലാ ഉമ്മത്തിലേക്കും, ലോകത്ത് കടന്നുപോയിട്ടുള്ള സർവ്വ ഉമ്മത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇലാഹ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹായത്? കാരണവും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം. ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് വിളിച്ചു പറഞ്ഞ സന്ദർഭമാണ്. ഇന്നല്ലാഹ റബ്ബി, ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുക്കും. തീർച്ചയായും അല്ലാഹു അവനാണ് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ളത്. ഫഅ്ബുദൂഹു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാണ് നേരായ പാത എന്നുള്ളതാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതായി കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചു നൽകുന്നത്. അപ്പോൾ അല്ലാഹുവിനെ നാം ആരാധിക്കുന്നതിന്റെ കാരണം എന്താണ്? കാരണം അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളവൻ, അവരാണ് സർവ്വതും പരിപാലിച്ചു വെച്ചിട്ടുള്ളവൻ. അപ്പോൾ റുബൂബിയത്ത്, അല്ലാഹുവിന്റെ രക്ഷാകർതൃത്വം, അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ഒരു റുബൂബിയത്തിലെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ്, അത് സത്യപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉലൂഹിയത്തിലേക്ക്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു ബദീഉസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അല്ലാഹു പറയുകയാണ് ബദീഉസ് സമാവാതി വൽ അർദ്, മുൻ പ്ലാനിങ്ങുകൾ ഇല്ലാതെ ആകാശഭൂമികളെ പടച്ചുണ്ടാക്കിയവനാണ് അവൻ.
അന്നാ യകൂനു ലഹു വലദ്, അവന് ഒരു സന്താനമുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? വലം തകുൽ ലഹു സാഹിബ, അവൻ എങ്ങനെയാണ് സന്താനം ഉണ്ടാവുക? അവനൊരു സഹധർമ്മിണി ഉണ്ടായിട്ടില്ലല്ലോ. വഖലഖ കുല്ല ഷൈ, സർവ്വതിനെയും സൃഷ്ടിച്ചവൻ അവനാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സർവ്വതും അറിയുന്നവനാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ, അവനായ അല്ലാഹു സുബ്ഹാനഹു തആലയാവുന്നു നിങ്ങളുടെ റബ്ബ്, രക്ഷിതാവ്. ഫഅബ്ദൂഹു, ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹു, അതുകൊണ്ട് ഫഅബ്ദൂഹു, അവൻ രക്ഷിതാവായതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, ബലമേൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സർവ്വതിനും കഴിവുള്ളവനാണ്, എല്ലാത്തിലും ബലമേൽപ്പിക്കാൻ പോന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിക്കുന്നത്. മറ്റൊരിടത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചിട്ടുള്ളവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, എങ്ങനെയുള്ളവനാണ്? റബ്ബിനെ കുറിച്ച് പിന്നീട് അല്ലാഹു വിശേഷിപ്പിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, ഭൂമിയെ ഒരു ഫിറാശ്, വിരിപ്പാക്കുകയും ആകാശത്തെ മേൽക്കൈയാക്കുകയും ചെയ്യുന്ന ആ ഒരു റബ്ബിനെ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തന്ന ആ ഒരു റബ്ബിനെ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ ആകാശത്തു നിന്നും മഴ വർഷിപ്പിച്ചതിനു ശേഷം അതിൽ നിന്നും ഭൂമിയിൽ നിന്നും കായ്ക്കനികൾ മുളപ്പിച്ച ആ ഒരു റബ്ബിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, ഇതൊക്കെ അറിയുന്ന നിങ്ങൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഇതൊക്കെ സൃഷ്ടിക്കുകയും മഴ നൽകിയതും അതിൽ നിന്നും കായ്ക്കനികളുമെല്ലാം മുളപ്പിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്ന് അറിയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അന്താദുകളെ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ശരീക്കുകളെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്താദുകളെ, സമന്മാരെ റബ്ബിനു വേണ്ടി ഉണ്ടാക്കി വെക്കുന്നത്? അല്ലാഹുവല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്. അവൻ തന്നെയല്ലേ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത്, അവൻ തന്നെയല്ലേ മഴയിൽ നിന്ന് ആ ഒരു കായ്ക്കനികളെല്ലാം പുളപ്പിച്ചു തരുന്നത്. അവരെ നിങ്ങൾ അന്താദുകൾ ഉണ്ടാക്കുകയാണോ, സമന്മാരുണ്ടാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവാണ് സർവ്വതും സൃഷ്ടിച്ചവൻ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ആണ് ആരാധനകളെല്ലാം മടങ്ങേണ്ടത്, അവനിലേക്കാണ് ആരാധനകളെല്ലാം നൽകേണ്ടത് എന്നുള്ളൊരു തത്വമാണ് ഇസ്ലാം ആദ്യമായി കൊണ്ടിവിടെ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ഒരു കാര്യം അഥവാ അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സർവ്വതും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും എന്ന് അറിയുന്നവരായിരുന്നു മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും. അതും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അളീം, 7 ആകാശങ്ങളുടെയും സൃഷ്ടാവ് ആരാണെന്ന് നീ അവരോട് ചോദിക്കൂ. അല്ലെങ്കിൽ വറബ്ബുൽ അർശിൽ അളീം, ആ ഒരു വിശാലമായ ആ ഒരു മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് ആരാണെന്ന് നീ ചോദിക്കൂ. സയഖൂലൂന ലില്ലാ, അതെല്ലാം ഉടമസ്ഥൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ് അതെല്ലാം സൃഷ്ടിച്ചതെന്ന് അവർ പറയും. ആരെ? ബഹുദൈവ വിശ്വാസികൾ പറയുമെന്ന് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അഫ്കുൽ അഫലാ തത്തഖൂൻ, എന്നിട്ടും നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ, അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് മറ്റൊരായത്തിൽ പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആരാണ് ഈ സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുനല്ലാഹ്, അല്ലാഹു, തീർച്ചയായും അല്ലാഹു തന്നെയാണെന്ന് അവർ പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫഅന്നാ യുഫകൂൻ, പിന്നീട് എന്തുകൊണ്ടാണ് അവർ തെറ്റിക്കപ്പെടുന്നത്, അവർ വ്യതിചലിച്ചു പോകുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ, അവർക്ക് അറിയാമായിരുന്നു അല്ലാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, സമന്മാരെ അല്ലാഹു എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവാണ്. എന്നിരുന്നാലും ചില സമന്മാരെ ഉണ്ടാക്കി വെക്കൽ അവർ ഏർപ്പാടാക്കി മാറ്റി, അവരെ ആരാധിക്കലും അവർ ഏർപ്പാടാക്കി മാറ്റി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പാടില്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എതിരാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു നൽകിയത്. ചില ആളുകൾ പറയുന്നത് പോലെ റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പ്രാർത്ഥനകൾ, റബ്ബാണെന്ന് ഒരാളെ വിശ്വസിക്കാൻ അയാളോട് പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ശക്തമായ അഭിപ്രായം
അഭിപ്രായമാണ്, ശക്തമായ മറുപടിയാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അഥവാ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ മുശ്രിക്കുകളും, അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന എല്ലാ മുശ്രിക്കുകളും ഈ ഒരു വിശ്വാസത്തിലുള്ളവരായിരുന്നു എന്ന് പറയാവതല്ല. പക്ഷെ ഇങ്ങനെയുള്ള വിശ്വാസം പേറുന്നവരും തൗഹീദിന് എതിരായി മാറിയത് എവിടെ വെച്ചാണ്? കാരണം ആ ഒരു ആരാധനയും അതുപോലെ തന്നെ ആരാധനയുടെ പല വകഭേദങ്ങൾ, അത് പല വകഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബ് പോലെ അഥവാ അറബ് പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥന പോലെ, അങ്ങനെ പല സഹായ തേട്ടം, പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള സഹായം തേട്ടം, അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം അവർ പങ്കുകാരെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം തന്നെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ റാസിഖ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ചുരുക്കാവതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു റബ്ബില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു റാസിഖില്ല എന്നുള്ള ഒരു അർത്ഥം അത് മുശ്രിക്കീങ്ങൾക്ക് അന്യമാണ്. കാരണം അവർ അത് എതിർക്കുമായിരുന്നില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു അല്ലാതെ റബ്ബായിട്ടുള്ളവൻ മറ്റാരുമില്ല എന്നായിരുന്നെങ്കിൽ മുശ്രിക്കുകൾ അത് എതിർക്കേണ്ട കാര്യമില്ല. കാരണം അല്ലാഹു തന്നെ ഖുർആനിൽ അവരത് സമ്മതിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർത്തത്? കാരണം അതിന്റെ അർത്ഥം അല്ലാഹുവിനല്ലാതെ സർവ്വതും സൃഷ്ടിച്ചവൻ അവനായിരിക്കെ, റബ്ബായിരിക്കെ, അതിനെ നിയന്ത്രിക്കുന്നവരും അതിനെ സംശുദ്ധമായി കൊണ്ടു നടക്കുന്നവരും അതിനെ പരിവർത്തിപ്പിക്കുന്നവരും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കെ, അവന് മാത്രമേ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് അവർ വ്യതിചലിച്ചത്. അങ്ങനെയാണ് അവർ മുശ്രിക്കുകളായി മാറിയത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കലിമത്തു തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർവ്വ പ്രവാചകന്മാരെയും അയച്ചത് എന്നുള്ള ഒരു ശരിയായിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു വാദമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ പിൻബലവും ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അറബികൾ അന്ന് മനസ്സിലാക്കിയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ വെടിയണം എന്നത് തന്നെയാണ്. അല്ലാതെ അല്ലാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത്, അല്ലാഹു അല്ല എല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളൊരു വാദം അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഹദീസ് ഖുർആനിലൂടെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അവരുടെ വാദഗതികൾ തന്നെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, നീ ഇലാഹുകളെല്ലാം ഒരു ഇലാഹായി ചുരുക്കിയിരിക്കുകയാണോ എന്ന് മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചുവെന്നാണ്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വളരെ അജീബായിട്ടുള്ള വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ എന്ന് അന്ന് ജനങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ആരാധനകളും അതുപോലെ തന്നെ ആരാധനയുടെ പല വകഭേദങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പഠിപ്പിക്കാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. അതാണ് എന്ന് പഠിപ്പിക്കാനാണ്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് പ്രവാചകന്മാർ അഖിലവും വന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ പറ്റി പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനുമാണവൻ. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ, മറ്റൊന്നിലേക്കും ആവശ്യക്കാരനില്ലാത്ത അല്ലെങ്കിൽ മറ്റാരുടെയും ആവശ്യമില്ലാത്ത, സ്വയം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരുടെയും സന്താനമല്ല, ആർക്കും സന്താനം നൽകുന്നവനുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പേ ഉള്ളവനാണ്, സ്വയംഭൂവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഒരു കാര്യമാണ് അടുത്ത ഭാഗത്തിലൂടെ ആയത്തുൽ കുർസിയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അൽ ഹയ്യ് അൽ ഖയ്യൂം, അല്ലാഹു തന്നെ പറയുകയാണ് അൽ ഹയ്യാണവൻ, അൽ ഖയ്യൂമാണവൻ, അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എല്ലാം മടങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നിങ്ങളുടെ ആരാധ്യന്മാർക്കുള്ളതുപോലെ ഒരിക്കലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. തളർച്ചയാണല്ലോ മയക്കവും ഉറക്കവും എല്ലാം ഉണ്ടാക്കുന്നത്. ആ ഒരു തളർച്ച റബ്ബിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാമു വലാ യൻബഗി ലഹു അൻ യനാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഉറങ്ങുകയില്ല. ആ ഉറക്കം എന്നുള്ളത് അല്ലാഹുവിന് യോജിച്ച കാര്യമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അവനാകുന്നു ആകാശഭൂമികളിലെയും സർവ്വതിന്റെയും ഉടമസ്ഥൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതിന്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അങ്ങനെയുള്ള റബ്ബിലേക്ക്
ആരാണ് ശുപാർശകനായി വരാൻ അധികാരമുള്ളത്, ആരാണ് എത്തുക അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ എന്നാണ് അടുത്തതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം അള്ളാഹു വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളെല്ലാം മടങ്ങുന്നത് ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കും. അവനോട് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. യാ അൽ ഹയ്യായ അൽ ഖയ്യൂമായ, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത സർവ്വതും ഉടമപ്പെടുത്തുന്ന അള്ളാഹുവായിട്ടുള്ള ആ ഒരു രക്ഷിതാവിങ്കിലേക്കാണ് നിങ്ങളുടെ ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരാണ് അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ പറയുവാനുള്ളത് അവന്റെ അനുവാദം കൂടാതെ ആരാണ് പറയുക എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു പ്രവാചകന്മാരാവട്ടെ, ഏതൊരു മലക്കാവട്ടെ, ഏതൊരു ശക്തിയായിക്കൊള്ളട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ശുപാർശ ചെയ്യണമെങ്കിൽ ഒന്നാമത് അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടവനായിരിക്കണം. അതിനേക്കാളുപരി അള്ളാഹുവിനുള്ള അനുവാദം അവന് ലഭിച്ചെങ്കിൽ മാത്രമേ അന്ന് ആ ഒരു ഭയം ഉണ്ടാകുന്ന ആ ഒരു ആളുകൾ ഭയത്തിൽ നിലകൊള്ളുന്ന ആ ഒരു സന്ദർഭത്തിൽ അവനോട് ശഫാഅത്ത് നൽകുവാൻ, ശഫാഅത്ത് ചോദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹദീസുകളിലൂടെയും ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഉണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽ ചില വിഭാഗങ്ങൾക്ക് ശഫാഅത്ത് ലഭിക്കുമെന്നൊക്കെ, ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം ലഭിക്കുമെന്നൊക്കെ ഹദീസുകളിൽ പറഞ്ഞതിനുള്ള സാരം അവർ ശഫാഅത്ത് ഉടമപ്പെടുത്തുന്നു എന്നല്ല, പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചു നൽകും അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ. എങ്കിൽ ആ സന്ദർഭത്തിൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായി നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആളുകൾക്ക് നബിക്ക് ശഫാഅത്തുണ്ട്, ഇന്നയാൾക്ക് ശഫാഅത്തുണ്ട്, ഔലിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, അവരോട് ശഫാഅത്തുള്ളത് കൊണ്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഇത് തെളിവല്ല എന്നുള്ളതാണ് ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ശുഹദാക്കളാവട്ടെ, മരിച്ചവരാവട്ടെ, ഏത് നല്ല ആളുകളാണെങ്കിൽ കൂടിയും അല്ലാഹുവിന്റെ അനുവാദം ഇല്ലാതെ അവർക്ക് ശുപാർശ ചെയ്യാൻ സാധ്യമല്ല, ശഫാഅത്ത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്ന റബ്ബ് ആരാണോ അവനിലേക്കാണ് ആരാധനകൾ മടങ്ങേണ്ടത് എന്നുള്ള ഈ ഒരു ആയത്തിന്റെ ഈ ഒരു ഭാഗത്തിലൂടെ നാം മനസ്സിലുറപ്പിക്കേണ്ടത്. ദാലികുമുല്ലാഹു റബ്ബുക്കും ഫഅബ്ദുഹു അഫലാ തദക്കറൂൻ മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി. അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ ആർക്കും ശഫാഅത്ത് ചെയ്യാൻ അധികാരമില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, ആ ശഫാഅത്തിനെ ഉടമപ്പെടുത്തുന്ന റബ്ബാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. യൗമ ഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല. വാക്കുകൾ അഥവാ പറയുന്ന വാക്കുകൾ തൃപ്തിപ്പെട്ട, അവന്റെ അല്ലാഹുവിന്റെ വാക്കുകൾ തൃപ്തിപ്പെട്ട ആരുടെ വാക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടത്, അതുപോലെ തന്നെ അല്ലാഹു ആർക്കാണോ അനുവാദം നൽകുന്നത് അവന് മാത്രമേ നാളെ അല്ലാഹുവിന്റെ പക്കൽ ശുപാർശ ചെയ്യാൻ അനുമതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയുടെ ബാക്കി ആയി പറയുകയാണ്, ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറ്റൊരു വിശേഷണമാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. നിങ്ങൾക്ക് മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ഇന്നമാ ഇലാഹുകുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസിഅ കുല്ല ശൈഇൻ ഇൽമാ. സർവ്വ അറിവുകളും അല്ലാഹുവിനെ അറിയാം. അല്ലാഹുവിനെ എല്ലാത്തിനെ പറ്റിയുള്ള അറിവുണ്ട് എന്നുള്ള അല്ലാഹുവിന്റെ അറിവിനെ അറിയിക്കുന്ന ഭാഗമാണ് ഇതിലുള്ളത്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാം ആകുന്നു ജനങ്ങളെയെല്ലാം മനുഷ്യരെ സൃഷ്ടിച്ചവൻ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, ആ മനുഷ്യന്റെ നഫ്സ്, അവന്റെ ദേഹങ്ങൾ എന്താണോ മനസ്സിൽ ഉണ്ടാകുന്ന അവന്റെ വസ്വാസുകൾ, അവന്റെ ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ, അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അല്ലാഹുവിന് അറിയാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. വനഹ്നു അഖറബു മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഈ ഒരു അറിവിനെ കുറിച്ചാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, നിങ്ങൾക്ക് മുൻപുള്ളതിനെയും നിങ്ങൾക്ക് പിന്നിലുള്ളതിനെയും എല്ലാം അവൻ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നു, വലാ യുഹീതൂന ബിഹി വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും സൂക്ഷ്മമായി അറിയുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ അല്ലാഹു സുബ്ഹാനഹു വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ മാത്രമാണ്. വളരെ ലഘുവായിട്ടുള്ള സാധാരണ അല്ലാഹുവിനെ അറിയുന്നതിനേക്കാളും വളരെ
ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിവുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് സർവ്വതും കൃത്യമായും എല്ലാത്തിനും വലയം ചെയ്തുകൊണ്ടും സൂക്ഷ്മമായും എല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ കുർസി അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ്, അതിനേക്കാൾ വിശാലമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. അല്ലാഹുവിന്റെ കുർസി എന്നതിനുള്ള അർത്ഥം മൗദിഉൽ ഖദമീൻ, അല്ലാഹുവിന്റെ രണ്ടു പാദങ്ങൾ വെക്കുന്ന സ്ഥലം എന്നുള്ളതാണ് അതിന് അർത്ഥം കൊടുത്തതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. അത് അപ്രകാരം തന്നെ വിശ്വസിക്കുകയാണ് ഓരോ മുഅ്മിനും ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാഹുവിന്റെ പാദങ്ങളുടെ സ്ഥാനം അത് ആകാശഭൂമികളെക്കാൾ വിശാലമാണ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അങ്ങനെയുള്ള അല്ലാഹു ഇതിനെയെല്ലാം ഉടമപ്പെടുത്തുന്ന അർശിനെയും കുർസിയെയും എല്ലാം ഉടമപ്പെടുത്തുന്ന റബ്ബ്, അവനിലേക്കാണ് ആരാധനകൾ മടക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവിനെയും അവന്റെ ആ ഒരു പ്രതാപത്തെയും ശക്തിയും എല്ലാം അറിയിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. പക്ഷെ അല്ലാഹുവിന് ഒരിക്കലും ആകാശഭൂമിയുടെ സംരക്ഷണം ഭാരമാകുന്നതല്ല. അല്ലാഹുവിന് ഒരിക്കലും ഭാരമായി തീരുന്ന കാര്യമേ അല്ല. അല്ലാഹുവിന് നിസ്സാരമാണ് ഈ ജനങ്ങളെയും അതുപോലെ തന്നെ അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഭൂമിയെയും മറ്റു സർവ്വ സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന ഭൂമി ആകാശഭൂമികളെ എല്ലാം അതിനെയെല്ലാം നിയന്ത്രിക്കുകയും സംരക്ഷിച്ചു പോവുകയും അതിനെ ഉടമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ജനിച്ചു വീണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കും. എന്നാൽ അല്ലാഹുവിന് വളരെ നിസ്സാരമായ പ്രവർത്തനമാണ്, അതിനേക്കാൾ വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഏകത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ക്ഷണിച്ച ഒരു ആയത്ത്, ഈ ഒരു ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സംരക്ഷണവും നമുക്ക് നൽകുമെന്നുള്ളതാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. വഹുവൽ അലിയുൽ അലീം. അല്ലാഹു ഉന്നതനും മഹാനുമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അപ്പോൾ അല്ലാഹുവിനെ പറ്റി അറിയിക്കുന്ന ഒരു ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു, അല്ലാഹു ഏകനാണ് എന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു എന്താണ് ആ ഏകത്വത്തിനുള്ള കാരണങ്ങൾ, അല്ലാഹുവിന് മാത്രം ആരാധന കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്, എന്തിനാണ് നാം അങ്ങനെ കൊടുക്കുന്നതിനുള്ള ഒരു തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടുള്ള ആയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ വിശദീകരിച്ചു വരികയാണ്. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നു. അതുപോലെ ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവനെ സിനത്തോ അല്ലെങ്കിൽ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അവന്റെ ഉടമസ്ഥതയെ പറ്റി മുൽക്കിനെ പറ്റി പ്രതിപാദിക്കുന്നു. ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അന്ന് ആ ഒരു ഭയചകിലമായ ആ ഒരു ദിവസത്തിൽ ശഫാഅത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടി ഉണ്ടാക്കിയെടുക്കുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, സർവ്വ അറിവുകളും ഉടമപ്പെടുത്തുന്നവൻ റബ്ബ് മാത്രമാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അതിൽ നിന്നും യാതൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല എന്ന് അല്ലാഹു പറയുന്നു. വഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അലീം. അല്ലാഹുവിന്റെ ആകാശങ്ങളും ഭൂമികളും ഉൾക്കൊള്ളുന്ന അതിനേക്കാൾ വിശാലമായ കുർസി, അതിനേക്കാൾ വിശാലമായ അർശ്, അതിനെയെല്ലാം ഉടമപ്പെടുത്തുന്നവനാണ് റബ്ബ്. ആ ഒരു റബ്ബിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. ഈ ഉടമപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അല്ലാഹുവിന് ഭാരമായിട്ടുള്ള കാര്യമല്ല. അല്ലാഹു ഉന്നതനും മഹാനുമാണ് എന്നുള്ള ആശയമാണ് ഈ ഒരു ആയത്തുൽ കുർസിയിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു തൗഹീദിന്റെ ആശയം അത് പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോഴാണ് ശൈത്താനിൽ നിന്നും മാറി നിൽക്കുവാനും അതിന്റെ ശൈത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്നും മാറി ജീവിക്കുവാനുള്ള ഒരു സഹായം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുക. കേവല പാരായണം കൊണ്ട് മാത്രം ഒരിക്കലും ഇത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സംരക്ഷണം അവന് ലഭിക്കുക തന്നെ ചെയ്യും. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ശൈത്താൻ എന്ന വലിയ ഉപദ്രവത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ, അവന്റെ വസ്വാസുകളിൽ പെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ആയത്തിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അല്ലാഹുവിന്റെ ആയത്തുകൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരായി മാറുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ഈ ഒരു ആയത്തുൽ കുർസി, അതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അള്ളാഹുവിനെ പറ്റിയുള്ള അവന്റെ തൗഹീദും അവനെ പറ്റിയുള്ള ആ ഒരു വിശേഷണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ആയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നതായി നമുക്ക് കാണാം. അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅലം. ഇബ്നുൽ മുൻദിർ അബുൽ മുൻദിർ എന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അത്തദ്രി, നിനക്കറിയുമോ അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളിൽ വെച്ച് ഏതാണ് മഅക നീ ഹൃദയസ്ഥമാക്കിയതിൽ ഏതാണ് അഅലം എന്ന് നിനക്കറിയുമോ, ഏറ്റവും മഹത്തായത് എന്ന് നിനക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. വീണ്ടും നബി ചോദിച്ചു, ഏതാണ് അല്ലാഹുവിന്റെ ആയത്തുകളിൽ നീ ഹൃദയസ്ഥമാക്കിയത് ഏറ്റവും ഉത്തമമെന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അറിയില്ല. മൂന്നാമതും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, അറിയില്ല. നീ കേട്ടോളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിൽ ഏറ്റവും ഉത്തമമായ ആയത്ത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ്. അങ്ങനെ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിന് ഓതിക്കൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ആയത്തുൽ കുർസി, അതിന്റെ ഉള്ളടക്കം തൗഹീദാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥം തന്നെ മഹത്തരമാണ്. അതിൽ ഏറ്റവും മഹത്തരമായത് എന്ന് പറയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യവും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അതുകൊണ്ട് ആയത്തുൽ കുർസിയിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു തൗഹീദ്, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം. ആ ഒരു തൗഹീദിലൂടെയാണ് നമുക്ക് ശൈത്താനിൽ നിന്നും രക്ഷയുള്ളതും എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്. ആയത്തുൽ കുർസി ഒരാൾ പാരായണം ചെയ്താൽ, ഇപ്പോൾ ഫീ ദുബരി കുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കിയാൽ അവനും സ്വർഗ്ഗത്തിനും ഇടയിലുള്ള തടസ്സം എന്നുള്ളത് മരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഒരു ആയത്തുൽ കുർസിയുടെ മഹത്വമാണ്. അത് നാം ജീവിതത്തിൽ പകർത്തുക, അത് നാം പതിവാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ആയത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ചില വിശേഷണങ്ങളും അല്ലാഹുവിന്റെ ചില സിദ്ധികളെ പറ്റിയുമൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ. കുർസി പോലെ, അർശ് പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളായിരിക്കാം. അഥവാ ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവന് അറിവില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഖുർആനിൽ അവന് കണ്ടെന്നു വരാം. യഥാർത്ഥത്തിൽ അത് അവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ ശരിയായിട്ടുള്ള ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പൂർണ്ണമായി പഠിച്ചാൽ, അതിന്റെ യഥാർത്ഥ ആശയവും അതിന്റെ അർത്ഥവും എല്ലാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരം അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റിയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മെ ശുബ്ഹത്തുകളിൽ അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആകെപ്പാട് ഒരു ഇഷ്കാൽ ഉണ്ടാക്കുന്ന സന്ദർഭമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട നിലപാട്? അവിടെ അഹ്ലുസ് സുന്നത്തിന് കൃത്യമായ വീക്ഷണമുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നാമഗുണ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റേതായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നാമഗുണ വിശേഷണങ്ങൾ, അത് അതേപടി ജീവിതത്തിൽ മനസ്സിലാക്കും. അതേപടി അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ പറഞ്ഞത് അപ്രകാരം തന്നെ മനസ്സിലാക്കും. ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുകയും അതിൽ യാതൊരുവിധ കൈകടത്തലുകളോ മാറ്റിത്തിരുത്തലുകളോ അത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കലോ ചെയ്യാതെ അതേപടി വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ഒരാൾക്കുണ്ടായിരിക്കേണ്ട തൗഹീദ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹുവിന് യോജിച്ച രീതിയിലായിരിക്കും അതുണ്ടാവുക എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായാൽ മതി. അഥവാ അല്ലാഹുവിന്റെ കൈ, അല്ലാഹുവിന്റെ വജ്ഹ്, അല്ലാഹുവിന്റെ അർശ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സിംഹാസാരോഹണം എന്നുള്ള അല്ലാഹുവിന്റെ പ്രവൃത്തിപരമായിട്ടുള്ള ചില സിഫത്തുകൾ, അതെല്ലാം ഉണ്ടാകുമ്പോൾ, അതെല്ലാം കേൾക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ, അല്ലാഹുവിനത് യോജിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് വെറുതെ നമ്മുടെ സമയം കളയുന്നതിൽ നല്ലത് പ്രവാചകന്റെ പഠനങ്ങൾ പഠിച്ച, അദ്ദേഹം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പഠിച്ചെടുത്ത പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞതെന്ന് നാം നോക്കലാണ്. അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ ഖുർആനിലൂടെ വന്നിട്ടുള്ളത് അത് അല്ലാഹുവിന് യോജിച്ച രീതിയിൽ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ ബുദ്ധി കൊടുത്തുകൊണ്ട്, ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ അപ്രമാദിത്വം കൊടുത്തുകൊണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ നിഷേധിക്കലല്ല. എന്നാൽ നേരെ മറിച്ച് ചില ആളുകൾ നിഷേധിക്കുന്ന ആളുകൾ ഒരു വശത്ത്, എന്നാൽ മറ്റു ചില ആളുകൾ അത് അള്ളാഹുവിനെയുള്ള വിശേഷണങ്ങൾ മനുഷ്യരേക്കും സാമ്യപ്പെടുത്തി അത് മനുഷ്യർക്കുള്ളതുപോലെയാണ്, മനുഷ്യരുടെ കൈ പോലെയാണ് അള്ളാഹുവിന്റെ, അങ്ങനെയും പറയാൻ പാടില്ല. എന്നാൽ അഹ്ലുസുന്നത്തിന് മധ്യമ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. നിഷേധികളുടെ ഭാഗത്തേക്കും പോകുകയില്ല, അത് സാദൃശ്യപ്പെടുത്തിയ ആളുകളുടെ ഭാഗത്തേക്കും പോകുകയില്ല. അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ട കാര്യങ്ങളായെന്ന് സ്ഥിരപ്പെടുത്തി നിഷേധികൾക്ക് മറുപടി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ സാദൃശ്യപ്പെടുത്തുന്നവരോട് നാം പറയും ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യരെ ആരും തന്നെയില്ല. അതുകൊണ്ട് അതൊരിക്കലും സൃഷ്ടികളുടെ ആ ഒരു വിശേഷണങ്ങളോട് യോജിച്ചതല്ല എന്നുള്ളതും ആ ഒരു സന്ദർഭത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിധത്തിൽ ദീൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അഹ്ലുസുന്നത്തിന്റെ പാതയിൽ, സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിൽ, സലഫിയ്യത്തിൽ യോജിച്ച് നിൽക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم يا رب العالمين.